വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ ലീഗ് ആസൂത്രണത്തിന് 50 ലക്ഷം വാഗ്ദാനമെന്ന ശബ്ദരേഖ. CPIM പണം വാഗ്ദാനം ചെയ്തെന്ന് EU ജാഫറിന്റെ ശബ്ദരേഖ പുറത്തുവിട്ട കോൺഗ്രസ്. പിന്നെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ കാര്യം നടക്കാൻ മുസ്തഫ ഒന്നെങ്കിൽ 50 ലക്ഷം രൂപ കിട്ടും, അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആവും. ഇത് രണ്ടിലത്തെ ഒരു ഓപ്ഷന്റെ കയ്യിൽ എടുക്കുന്നുണ്ട്. ഇപ്പൊ അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് ഒഴിയണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കോഴ വിവാദം ശുദ്ധ അസംബന്ധമെന്ന CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. വിവാദത്തെക്കുറിച്ച് പരിശോധിക്കുമെന്നും ആരെയും ചാക്കിട്ട് പിടിക്കില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും പിൻബലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. അതും മനസ്സിലാക്കാതെ എന്നെ തള്ളാൻ മാത്രം കാര്യം എന്താണ്? CPIക്കെതിരെ വിമർശനം തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ. PM ശ്രീയിൽ ഉൾപ്പെടെ CPIയുടെ നിലപാടുകൾ മുന്നണിയിൽ അനൈക്യമെന്ന തോന്നലുണ്ടാക്കി. ഇടതിന്റെ പിൻബലം, പിന്നോക്കക്കാരുടെ പിന്തുണ. ഈഴവർക്ക് നൽകിയതെല്ലാം മുസ്ലിം ലീഗ് അടിച്ചു മാറ്റിയെന്നും വെള്ളാപ്പള്ളി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ SIT അന്വേഷണം തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നു. അന്വേഷണ രഹസ്യങ്ങൾ CPIMന് ചോർത്തി നൽകാനുള്ള ശ്രമമെന്നും VD സതീശൻ. CPM ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി SITയിൽ കടന്നു കയറി SITയുടെ അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ CPMന് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ച കോൺഗ്രസ്. സ്ഥാനാർത്ഥി പട്ടികയിൽ അടിമുടി മാറ്റങ്ങളെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം. സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാക്കാനും ആലോചന. KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. എറണാകുളം പറവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. മരിച്ചത് പട്ടണപ്പള്ളി സ്വദേശി കാവ്യമോൾ. ചികിത്സാ പിഴവെന്ന മരണകാരണമെന്ന് ആരോപിച്ച ബന്ധുക്കൾ. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ്. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ മാധ്യമങ്ങൾക്കെതിരെ നടൻ ജയസൂര്യ. മാധ്യമങ്ങൾ നുട വിളമ്പുന്ന കാലമെന്നും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ്. ചാനലിൽ സമൻസ് കിട്ടുന്നതല്ലാതെ ED വീണ്ടും സമൻസ് അയച്ചിട്ടില്ലെന്ന പോസ്റ്റിൽ. പരസ്യത്തിനായി സമീപിക്കുന്നവർ തട്ടിപ്പ് നടത്തുമെന്ന് എങ്ങനെ ഊഹിക്കാനാകും? മാധ്യമങ്ങൾ ഈ വിധം അധപ്പതിക്കുന്നതിൽ സഹതാപമെന്നും ജയസൂര്യ. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ നാളെ പ്രഖ്യാപിക്കും. ശുഭ്മാൻ ഗിൽ നായകനായി തിരിച്ചെത്തും. മുഹമ്മദ് ഷമി ടീമിൽ ഇടം നേടാനും സാധ്യത. പരമ്പരയിലെ ആദ്യ മത്സരം ഈ മാസം 11 വഡോരയിൽ.